ഹായ്. അപ്പം നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ എങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാനിന്ന് 3 ട്രേഡാണ് എടുത്തത്. അതിലൊന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. 2 ട്രേഡ് പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് നോക്കാം ഇന്നലെ എന്താ ഞാൻ പറഞ്ഞത്. 25,150 മുതൽ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആയത് തന്നെ അതിനെ കുറച്ച് മുകളിലായിരുന്നു. അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞ ഉടനെ അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു, ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് താഴേക്ക് വന്നപ്പോൾ തന്നെ 20 പോയിൻറ്റ് അടുത്ത് നമുക്ക് ഇത് ഓപ്ഷൻ പ്രീമിയത്തിൽ കിട്ടിയിരുന്നു. അത് ഓൺ ദി സ്പോട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറഞ്ഞിരുന്നു. ഹാഫ് ക്വാണ്ടിറ്റി കോസ്റ്റിലേക്ക് എസ് എൽ കയറ്റി വെക്കാനും പറഞ്ഞു. അങ്ങനെ ചെയ്തവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ രണ്ടാമത്തെ ട്രേഡ് ഞാൻ എടുത്തത് ആ 25,100 മുകളിലേക്ക് പോയിട്ടാകുമ്പോഴാണ് മാർക്കറ്റ്. അതെന്താ വെച്ചാൽ കോൾ സൈഡിലേക്ക് ഒരു ബൈ ചെയ്യുക ചെയ്തത്. പക്ഷേ അവരുടെ മാർക്കറ്റ് കുറച്ച് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് നമ്മളെ ലെവൽ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലോസിൽ ഞാൻ അത് എക്സിറ്റ് ചെയ്തു. മൂന്നാമത്തെ ട്രേഡ് എടുത്ത് വെച്ചാൽ 10:30 ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ചാർട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. എൻ്റെ കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ സെല്ലിംഗ് പ്രഷറൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് നോക്കി ചെയ്തവർക്കൊക്കെ അതിന് നല്ല പ്രോഫിറ്റ് കിട്ടുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് മൂന്നാമത്തെ ട്രേഡായിരുന്നു. അത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത്. 3 ട്രേഡുകളാണ് എടുത്തത്. 2 പ്രോഫിറ്റ്, 1 എസ് എൽ അടിച്ചു. നാളത്തെ ട്രേഡ് പറയുകയാണെങ്കിൽ, പക്ഷേ നമ്മൾ മാർക്കറ്റ് താഴേക്ക് വന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 25,000 വന്ന് ടച്ച് ചെയ്തിട്ട് കറക്റ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ലെവലായിട്ട് 25,000 കാണാം. പക്ഷേ നാളെ ചിലപ്പോൾ 25,000 ബ്രേക്ക് ചെയ്ത് 24,950 വരെ നിങ്ങളൊന്ന് നോക്കണം. കാരണം എന്താ വെച്ചെങ്കിൽ 25 ബ്രേക്ക് ചെയ്ത് 25,950 വരെ പോയിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ലെവലുകളൊന്ന് നോക്കാം. നാളത്തെ ലെവൽ പറഞ്ഞെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഫസ്റ്റ് വരുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 25,82 അത് അവിടെ നിന്നും ഒരു അപ്പ് സൈഡിലേക്ക് കറക്റ്റ് കിട്ടുന്നത് 25,131 അതിൽ 25,150 വരെയുള്ള ചെറിയൊരു റേഞ്ച് ഉണ്ട്, ഒരു സോണുണ്ട്. ആ സോണിന് താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ തട്ടിയിട്ട് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആ സോണൊന്ന് ബ്രേക്ക് ചെയ്യണം. ഇനി മാർക്കറ്റിന് ഇതില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് 25,100 വരെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ 25,150 ഗ്യാപ്പ് അപ്പ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 25,100 വരെ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സായിട്ട് പോകുന്നത്. റിവേഴ്സ് ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുക. കാരണം സി സൈഡിലേക്ക് ബൈ ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് തോന്നി അപ്പോൾ തന്നെ ട്രേഡിൽ എക്സിറ്റ് ആവുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് 25,000 ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,40, 25,50 വരെ പോയിട്ട് 25,50 വരെ പോയിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ 25,000 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. നാളെ ഇപ്പോൾ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നില്ല അതിനനുസരിച്ചിട്ടാണ് നമുക്ക് നാളെ ട്രേഡ് ഉണ്ടാവുക. അല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്കൊന്ന് ടെൻഷൻ ഒന്നുമില്ല, കുറച്ച് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 25,000 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുട്ട് സൈഡിലേക്ക് ഒരു ബൈ ചെയ്യാം. അങ്ങനെ 3 ലെവലുകളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം, 25,000 മുതൽ 25,150 വരെയുള്ളൊരു സോണുണ്ട്. ആ സോണിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാം. അല്ല 25,150 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ താഴത്തേക്ക് വന്നതിന് ശേഷം ആ 25,150 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല 25,000 താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ മുകളിലേക്ക് പോയ ശേഷം 25,000 ടച്ച് ചെയ്ത് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെയാണ് ഏകദേശം നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ ഇപ്പോൾ എങ്ങനെയാവുന്ന അറിയാം. ചിലപ്പോൾ നാളെ ഒരു കൺസോൾട്ടേഷൻ സാധ്യതയുണ്ട്, ഇല്ല ചെറിയൊരു റിവേഴ്സിനും സാധ്യതയുണ്ട് മാർക്കറ്റ്. അതായത് അപ്പ് സൈഡിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അത് എന്തായാലും മാർക്കറ്റ് നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് നാളത്തെ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം നോക്കിയിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. അപ്പോൾ നാളെ അത് നോക്കിയാൽ എന്തായാലും ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ആ ഡാറ്റ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പറയണം, ഗ്രൂപ്പിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ മാറ്റം വരുത്തി തരാം. അപ്പോൾ ഞാൻ നാളെയും കൂടി കൃത്യമായി ഞാൻ ഡാറ്റ ഇട്ട് തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കും. ഓക്കെ.